ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മോഡൽ എക്സാമിൻ്റെ ചൂടിലാണല്ലേ. അപ്പോൾ +2 മോഡൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ +2 മോഡൽ എക്സാമിനെ എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പേടിയില്ലാതെ ഫേസ് ചെയ്യാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകണം, അതിനെക്കുറിച്ചെല്ലാം നമുക്കിന്ന് വീഡിയോയിൽ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് എടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ളത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് മുമ്പത്തെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ 8 മാർക്കിനാണ് പരീക്ഷയ്ക്ക് വരുന്നത്. 8 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള വെയിറ്റേജ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ വാട്ട് ഈസ് ഹെൻറീസ് ലോ എന്നുള്ളത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ആപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്കൂബ ഡൈവേഴ്സിൻ്റെയും അതുപോലെ തന്നെ സോഡ വാട്ടറിൻ്റെയും അനോക്സിയ വരുന്ന ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന അതൊക്കെയാണ് നമ്മളിതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരിക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻ. പിന്നെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൗൾസ് ലോ ആണ്. റൗൾസ് ലോയും ഹെൻറീസ് ലോ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ലോ ആണ്. ഹെൻറീസ് ലോയുടെ അത്ര ചോദിച്ചിട്ടില്ല റൗൾസ് ലോ, എങ്കിലും റൗൾസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹെൻറീസ് ലോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്ത മൂന്നാമത് വരുന്ന സെക്ഷൻ റൗൾസ് ലോയിൽ നിന്ന് വരുന്നതാണ് ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇതിൽ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, റീസൺ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോൺ ഐഡിയൽ സൊല്യൂഷനിൽ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമില്ല. അതിൻ്റെ റീസൺസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഐഡിയൽ സൊല്യൂഷൻ്റെ റീസൺ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ റീസൺ നമുക്ക് കിട്ടും. അതിൻ്റെ പോസിറ്റീവ് ഡീവിയേഷൻ്റെ കാരണം എന്താണ്, നെഗറ്റീവ് ഡീവിയേഷൻ്റെ കാരണം എന്താണ്, അതെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ എക്സാമ്പിളിലൂടെ പഠിക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആവുന്ന സമയത്ത് എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ചോദിക്കുക. ക്ലോറോഫോം ആൻഡ് അസറ്റോൺ ഏത് ഡീവിയേഷനാണ് കാണിക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിൾ വെച്ചിട്ടൂടെ പഠിക്കണം. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പോർഷനാണ് അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. അസിയോട്രോപ്സ് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്, 2 ക്ലാസിഫിക്കേഷൻ അതിനകത്തുണ്ട്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അസിയോട്രോപ്സ്. ഈ പറയുന്ന 4 ടോപ്പിക്കിൽ ഹെൻറീസ് ലോ ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എല്ലാം അങ്ങനെ മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത്രത്തോളം റിപ്പീറ്റഡ് അല്ല, എങ്കിലും ഇതിനൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത 5ാമത്തെ പോർഷൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, പിന്നെ ഓസ്മോട്ടിക് പ്രഷർ. ഇത് 4ലും ചെറിയ രീതിയിലുള്ള ഡെറിവേഷൻസ് ഉണ്ട്. ഡെറിവേഷൻസ് നിങ്ങൾ നോക്കണം. ഡെറിവേഷൻസും ക്വസ്റ്റ്യൻ ടഫാവുന്ന സമയത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് പഠിക്കണം. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഇതിനകത്തുള്ള പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ലെന്ന് പറയാം. അതുകൊണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് 4 സെക്ഷനുമായിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കണം. റിലേറ്റീവ് ലോവറിംഗിൻ്റെയും പ്രോബ്ലം പഠിക്കണം, നമ്മുടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പഠിക്കണം, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് പഠിക്കണം, ഓസ്മോട്ടിക് പ്രഷറിന്റെ പ്രോബ്ലം പഠിക്കണം. ഓസ്മോട്ടിക് പ്രഷറൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം ടിക്കിടാൻ കാരണം ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതിലെ ഒരു പ്രോബ്ലം എന്തായാലും നമ്മളെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം. അടുത്ത ഓസ്മോസിസ്, റിവേഴ്സ് ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, ഇതൊക്കെ തിയറിയാണ്. ഇതൊക്കെ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, തിയറിയാണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഐസോട്ടോണിക് സൊല്യൂഷൻ ഉണ്ട്. ഐസോട്ടോണിക് വരുമ്പോൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ഉണ്ട്, ഹൈപ്പോട്ടോണിക്കും ഉണ്ട്. 2ൻ്റെ ഡിഫറൻസ് പഠിക്കണം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കണം. ഇതിലൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. NaCl ഈസ് ഐസോട്ടോണിക് വിത്ത് ബ്ലഡ്. ബ്ലഡുമായിട്ട് NaCl ഐസോട്ടോണിക് ആണ്, അതിൽ ഡീവിയേഷൻ വരുന്നത് എപ്പോൾ? ആ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസും പഠിക്കണം. അടുത്ത അബ്നോർമൽ മോളാർ മാസ്. അബ്നോർമൽ മോളാർ മാസ് വരുമ്പോൾ അസോസിയേഷനും ഡിസോസിയേഷൻ 2 കാറ്റഗറി ഉണ്ട്. 2ഉം അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കണം. അസറ്റിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് ഒക്കെ നമ്മളെ അസോസിയേഷൻ്റെ എക്സാമ്പിളാണ്. ഡിസോസിയേഷൻ വരുമ്പോൾ NaCl KCl ഒക്കെ വരും. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതാണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന സംഭവം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാൻ ഹോഫ് ഫാക്ടർ, അതിൻ്റെ ഇക്വേഷൻ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. അപ്പോൾ ഇതൊരു വളരെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. കാരണം 8 മാർക്ക് ഉണ്ട് എങ്കിലും 10 മാർക്ക് 11 മാർക്കിനൊക്കെ ചോദിക്കുന്ന പാഠങ്ങളുണ്ട്. അപ്പോൾ എങ്കിലും
സൊല്യൂഷൻസിനകത്ത് നിന്ന് 8 മാർക്കിന് ചോദിക്കുന്ന ഈ ടിക്കറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പോർഷൻസ് കവർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് 8 മാർക്ക് നമുക്ക് ഷുവറായിട്ട് കിട്ടും. ഈ ടിക്കറ്റ് പോർഷൻ പഠിച്ചാൽ തന്നെ 5 മാർക്ക് നമുക്ക് ഉറപ്പാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇതത്രയുമാണ് ഈ നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് 9 മാർക്കിന് പരീക്ഷയ്ക്ക് വരും. 9 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനേക്കാൾ ലേശം കൂടി ഡെപ്ത് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ പോർഷൻ ഗാൽവനിക് സെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് 10ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു പോർഷനാണ്. ഗാൽവനിക് സെല്ലിൽ തന്നെ ഡാനിയൽ സെല്ലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഡാനിയൽ സെല്ല് സിങ്ക് കോപ്പർ സെല്ലാണ്. ഇപ്പോൾ സിങ്ക് കോപ്പർ സെല്ല് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ആനോഡ് കാഥോഡ് റിയാക്ഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അങ്ങനെ കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സെൽ റെപ്രസെൻറ്റേഷൻ അത് മാത്രമാണ് ഗാൽവനിക് സെല്ലിൽ നിന്ന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത്. പക്ഷേ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു തവണ ഗാൽവനിക് സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കാര്യം കൂടെ ഗാൽവനിക് സെല്ലിലുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത് വരുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്ന പോർഷൻസ്. ഷിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അതിൻ്റെ കൺസ്ട്രക്ഷനേക്കാൾ കൂടുതൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. അത് വൺ വേർഡിന് ചോദിച്ചിട്ടുണ്ട്. ഷിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 0. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അത് ഓർത്തോളം. പിന്നെ അടുത്ത നോൺ സ്റ്റിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. കാരണം നോൺ സ്റ്റിക്കേഷൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. നമ്മുടെ ഡാനിയൽ സെല്ല് സിങ്ക് കോപ്പർ സെല്ലിൻ്റെ നോൺ സ്റ്റിക്കേഷൻ ഡെറൈവ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ചുള്ള നോൺ സ്റ്റിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡെറിവേഷനോടൊപ്പം തന്നെ പ്രോബ്ലംസ് വളരെ പ്രധാനമാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. പിന്നെ അടുത്ത പോർഷൻ മോളാർ കണ്ടക്ടിവിറ്റി, ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി, അങ്ങനെയുള്ള പോർഷൻ, സെൽ കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 മാർക്കിനുള്ള തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഒരു പോർഷൻ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. മോളാർ കണ്ടക്ടിവിറ്റി, ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി പോർഷൻസ്. അപ്പോൾ ഇതിൽ ഈ 4 പോർഷൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം നോൺ സ്റ്റിക്കേഷൻ ആണ്, അത് ഓർക്കുക. അടുത്ത വേരിയേഷൻ ഇൻ മോളാർ കണ്ടക്ടിവിറ്റി, വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ ഉണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ്, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ്. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഗ്രാഫിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ഗ്രാഫിക്കലി കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം അതിനുവേണ്ടി ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ഡെബേ ഹക്കൽ ഒൺസാഗർ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം പഠിക്കണം. അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് കോൾറൈഷസ് ലോ വരുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിക്കലി കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കോൾറൈഷസ് ലോ എന്ന് പറയുന്ന ലോ പഠിക്കുന്നു. ലോ വെച്ച് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതിന്റെ പ്രോബ്ലംസും പ്രധാനമാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 2 പോർഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. കോൾറൈഷസ് ലോ, അതിന്റെ പ്രോബ്ലം, വേരിയേഷൻ മോളാർ കണ്ടക്ടിവിറ്റി, വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഇത് 2 പ്രത്യേകിച്ച് പഠിച്ചിട്ട് പോകാം. അടുത്ത നമ്മൾ ഡ്രൈ സെല്ല്, നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൽ ഇനി വരുന്നത് ഇലക്ട്രോലിറ്റിക് സെല്ലുകളാണ്. ഇലക്ട്രോലിറ്റിക് സെല്ല് വരുമ്പോഴാണ് ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സെല്ല് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. സെക്കൻഡറി സെല്ല് വരുമ്പോൾ നിക്കൽ കാഡ്മിയം സെല്ല്. ഈ പോർഷൻ കൂടെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം. ഏതെങ്കിലും ഒരു സെല്ല് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പോർഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലൊക്കെ വന്ന് പഠിച്ചിട്ട് പോവുക. ഓരോ സെല്ലിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. അടുത്തത് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഫ്യൂവൽ സെല്ല് പല പരീക്ഷകൾക്കും, നമ്മുടെ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഫ്യൂവൽ സെൽ. ഇത്രയും പോർഷൻസ് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഫ്യൂവൽ സെൽ. H2O2 ഫ്യൂവൽ സെൽ 3 മാർക്കിന് പരീക്ഷയ്ക്ക് വരും. അത് മാത്രമല്ല ആനോഡ് കാഥോഡ് റിയാക്ഷൻ ചോദിക്കും. ഫ്യൂവൽ സെല്ല് അഡ്വാൻറ്റേജസ് ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ കൂടെയുള്ള ഒരു ക്വസ്റ്റൻ ആണ് അഡ്വാൻറ്റേജ്. ഒന്നുകിൽ അഡ്വാൻറ്റേജ് ചോദിക്കും, അല്ലെങ്കിൽ ഫ്യൂവൽ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ ചോദിക്കും. ഇനി ലാസ്റ്റ് പോർഷൻ കൊറോഷനുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൊറോഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ മെക്കാനിസം വഴി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് കൊറോഷനും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, നമ്മൾ സിങ്ക് കോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ഗാൽവനൈസേഷൻ എന്ന് പറയും. അത് 1 വേർഡിന് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് 3ാം ചാപ്റ്ററിലുള്ളത്. ഇതിൽ ടിക്കറ്റ് ഇരിക്കുന്ന പോർഷൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പഠിക്കാതെ പോകരുത്. 9 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് വരും. ഈ ടിക്കറ്റ് പോർഷനിൽ നിന്നായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇത്രയുമാണ് 3ാമത്തെ ചാപ്റ്ററിലുള്ള നമ്മുടെ പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് 2ാമത്തെ ചാപ്റ്ററിലുള്ള നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ വരുന്നത്
കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 9 മാർക്ക് തന്നെയാണ്. ഈ ചാപ്റ്ററിലും വെയിറ്റേജ് 9 മാർക്കാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പോർഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ലേശം പ്രോബ്ലമാറ്റിക്കും അതുപോലെ തന്നെ തിയറിറ്റിക്കലുമായിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പോർഷൻ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ അല്ല എങ്കിലും ബേസ് ആണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വായിക്കുക. അതിൻ്റെ ഒരു ഗ്രാഫൊക്കെ ഉണ്ട്. റിയാക്റ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും റേറ്റ് എങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഗ്രാഫുണ്ട്. ഗ്രാഫൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. രണ്ടാമത്തെ പോർഷൻ വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. ഓർഡർ മോളിക്കുലാരിറ്റിയും അതിൻ്റെ തിയറിയും അതുപോലെ തന്നെ ഓരോ റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്ന രീതി. ചില റിയാക്ഷൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്ന രീതി പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഓർഡർ എത്രയാണെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതൊക്കെ വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ ചോദിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഓർഡർ മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് ഓർഡർ മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഇത് വളരെ പ്രധാനമാണ്. അടുത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്ന രീതി. ഇപ്പോൾ 0 ഓർഡർ റിയാക്ഷൻ ആയാലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയാലും nth ഓർഡർ ആയാലും ഏത് ഓർഡറിലുള്ള റിയാക്ഷൻ ആയാലും അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ട് ഫോർമുലയുണ്ട്. ആ ഫോർമുല വെച്ച് യൂണിറ്റ് കണ്ടുപിടിക്കുന്ന രീതി വൺ വേർഡിന് ചോദിക്കും. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അടുത്ത നാലാമത്തെ പോർഷൻ ഇലമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ തിയറിയിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത 2 പോർഷൻസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. കാരണം ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവും. നമ്മുടെ 0 ഓർഡർ റിയാക്ഷൻ അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതിൻ്റെ ഡെറിവേഷൻ. 0 ഓർഡർ വെച്ചിട്ടും ഫസ്റ്റ് ഓർഡർ വെച്ചിട്ടും എങ്ങനെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കെ ഡിറ്റർമിൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ടൈം ഏജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ഓർഡറിൻ്റെ ഡെറിവേഷൻ ആണ് വളരെ പ്രധാനം. അത് മാത്രമല്ല അതിൻ്റെ ഹാഫ് ലൈഫും ഉണ്ട്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ T½ എന്ന് പറയും. അതിൻ്റെ ഡെഫിനിഷനും പഠിച്ചു വയ്ക്കുക. ഹാഫ് ലൈഫിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കാം. ചിലപ്പോൾ രണ്ടും കൂടിയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കാരണം 9 മാർക്കിന് ഈ ചാപ്റ്ററിൽ വരും. അപ്പോൾ 2 മാർക്ക് വീതമുള്ള പ്രോബ്ലം ചോദിച്ചാൽ 4 മാർക്കിന് ആവുന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡെറിവേഷനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് മസ്റ്റാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇത് പഠിക്കാതെ പോകരുത്, ഡെറിവേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം. പിന്നെ അടുത്ത ചോദിക്കുന്ന ഒരു തിയറി പോർഷനാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഓർഡർ റിയാക്ഷനും അതിൻ്റെ എക്സാമ്പിളും പ്രധാനമാണ്. അപ്പോൾ ഇതും തിയറി ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. തിയറിയാണ് പോർഷൻ. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകം കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ്. ഇനി അടുത്ത് നേരെ ടെമ്പറേച്ചറിലേക്ക് പോകും. ടെമ്പറേച്ചറും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. കാരണം ടെമ്പറേച്ചറിലൊന്നും പ്രോബ്ലവും തിയറിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയും പോർഷൻ ആയാൽ തന്നെ 6 മാർക്കിനെ ആവുന്നുള്ളൂ. ഇനിയും 3 മാർക്ക് 2 മാർക്കിനോളം അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ഇനിയും ചോദിക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഗ്രാഫൊക്കെ ഉണ്ട്. അതിൽ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അറീനിയസ് ഇക്വേഷൻ ഉണ്ട്. ടെമ്പറേച്ചറിൻ്റെ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കും. T2 - T1 എന്നൊക്കെ പറഞ്ഞ് K1 T2 ലോഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കും. ആ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലവും വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൽ 2 ടെമ്പറേച്ചർ തരും, 2 റേറ്റ് കോൺസ്റ്റന്റ് തരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നിങ്ങൾ നോക്കിയിട്ട് പോകാം. പ്രോബ്ലം വളരെ പ്രധാനമാണ്. ചോദിച്ചാൽ 3 മാർക്കിൽ ചോദിക്കും. ഇനി അവസാനത്തെ പോർഷൻ കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് ആണ്. കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റിൽ ഗ്രാഫാണ് പ്രധാനം. കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടാവും. ആ ഗ്രാഫിനേക്കാൾ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു വരും കാറ്റലിസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫും പ്രധാനമാണ്. അവസാനം കൊളിഷൻ തിയറി എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടെയാണ്. ഞാൻ എഴുതിയിട്ടില്ല, എങ്കിലും നിങ്ങൾ അതൊന്നും നോക്കിയിട്ട് പോവാം. കൊളിഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ കൊളിഷൻ നടന്നാൽ മാത്രമേ, ആ കൊളിഷൻ സക്സസീവ് ആയിട്ടുള്ള കൊളിഷൻ നടന്നാൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അതുകൂടെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. അതിൻ്റെ ഒരു ചെറിയ ഇക്വേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഇതിൽ ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതിൻ്റെ ഡെറിവേഷൻ പ്രോബ്ലം, പിന്നെ അതുപോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്, സ്യൂഡോ ഓർഡർ റിയാക്ഷൻ, ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട പോർഷൻസ് ആണ്. ഈ 4 പോർഷൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നായിരിക്കും ഒരു 6 മാർക്കിനോളം ചോദിക്കുക. ബാക്കിയുള്ള 3 മാർക്കിനായിരിക്കും ബാക്കി പോർഷൻസിൽ നിന്ന് വരിക. ഇതിനപ്പുറം വരില്ല ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ 9 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോകും. ശരി, അടുത്ത ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് കംപ്ലീറ്റ് തിയറിറ്റിക്കലി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെയിറ്റേജും വളരെ കുറവാണ്. 6 മാർക്കിന് വെയിറ്റേജ് ഉള്ള ചെറിയ ചാപ്റ്ററാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ആദ്യം ഡി ബ്ലോക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി, അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല. എല്ലാ പ്രോപ്പർട്ടീസും ഡി ബ്ലോക്കിനെ നമ്മൾ പഠിക്കണം. ഞാൻ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഒരു 10-14 പ്രോപ്പർട്ടീസ് അതിനകത്ത് മെൻഷൻ ചെയ്യും. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ
ഡിഫറെൻറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ്. പക്ഷേ അതിൽ ഏത് പ്രോപ്പർട്ടി വേണോ അവർക്ക് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. കളർ ഉണ്ടാവുന്നതിനുള്ള കാരണം, കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാവാനുള്ള റീസൺ ഡി ട്രാൻസിഷൻ പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി √n/n+2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്ന പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7, അതിൽ 3D സീരീസിനകത്തുള്ള ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന മാംഗനീസ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും അതിൻ്റെ റീസൺസ് എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നു, പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആയതുകൊണ്ടാണ്, പെനൾട്ടിമേറ്റ് ആയിട്ട് ഇലക്ട്രോൺ നിറയുന്നത് കൊണ്ടാണ്. ആ റീസൺസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ലാസ്റ്റ് ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 4 ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പ്രോപ്പർട്ടീസിൽ. എങ്കിലും എല്ലാ പ്രോപ്പർട്ടിയും നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം. അടുത്ത പോർഷൻ ഈ പ്രോപ്പർട്ടീസിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് ഞാനത് ടിക്കിട്ടു, അതിലൊന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും, 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ വരും. ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 3 മാർക്കിന് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിരിക്കും. അതും അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ വരയ്ക്കാനായിരിക്കും ചിലപ്പോൾ 2 കൂടെ ചോദിക്കാം 4 മാർക്കിനൊക്കെ. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരുമ്പോൾ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൽ 2-3 ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിച്ച് വയ്ക്കുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അയഡിൻ ടു അയഡൈഡ്, അപ്പോൾ അതിൻ്റെ ഇക്വേഷനൊക്കെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. പ്രിപ്പറേഷനാണ് എന്തായാലും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ പഠിപ്പിച്ച 3 പോർഷനും ഉറപ്പായിട്ട് ഈ 6 മാർക്കിനകത്ത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡി ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോർഷനാണിത്. ഇതിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ലാസ്റ്റ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ലാന്തനൈഡ് കോൺട്രാക്ഷനും അതിൻ്റെ കോൺസിക്വൻസസും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം 6 മാർക്കും നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളത് വളരെ ഒരു പ്രത്യേകത ഉള്ള ഒരു കാര്യമാണ്. ഈ പോർഷൻസ് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 6 മാർക്ക് നമുക്ക് കിട്ടും. ഡിഫറൻസ് ബിറ്റ്വീൻ ലാന്തനൈഡ് ആൻഡ് കോൺട്രാക്ഷനും ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ റിപ്പീറ്റഡ് അല്ല. ഈ പറഞ്ഞിരിക്കുന്ന ഈ ടിക്കിട്ട 4 പോർഷൻസ് പ്രോപ്പർട്ടീസിൽ തന്നെ നമുക്ക് വീണ്ടും സോർട്ട് ചെയ്യാൻ സാധിക്കും. എങ്കിലും നമുക്ക് അത് ഏത് രീതിയിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ 3 പോർഷനും മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഇത്രയുമാണ് ഡി ആൻഡ് എഫ് ബ്ലോക്കിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5ാമത്തെ ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വളരെ ചെറിയ കണ്ടന്റ്, കുറച്ച് കണ്ടന്റ് മാത്രമേ ഉള്ളൂ എങ്കിലും 10 മാർക്കിനാണ് ഈ ചാപ്റ്ററിന് ചോദിക്കുക. വെയിറ്റേജ് കൂടിയൊരു ചാപ്റ്ററാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്തുള്ള പോർഷൻസ് മിക്കതും പരീക്ഷയ്ക്ക് വരുമെന്ന് ആണ് അതിൻ്റെ അർത്ഥം. അതിൽ ആദ്യം നമ്മൾ വെർനേഴ്സ് തിയറി എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. വെർനേഴ്സ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ എങ്കിലും പ്രീവിയസ് ക്വസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെർനേഴ്സ് തിയറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ്, IUPAC നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇതിൽ നെയിമിങ്ങിലൊക്കെ കടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, എങ്കിലും നിങ്ങൾ പഠിക്കുക. ഈ നമ്മുടെ സെൻട്രൽ ആറ്റം, ലിഗാൻസ്, അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ, ഇതിൻ്റെയൊക്കെ തിയറി നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അറിയുമ്പോൾ അതിനകത്ത് നമ്മുടെ ലിഗാൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചിലേറ്റ് ലിഗാൻസ്, ആംഫിഡെൻറ്റഡ് ലിഗാൻസ്, കോർഡിനേഷൻ നമ്പർ, അതിൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി 1 വേർഡിനോ 2 മാർക്കിനോ ഒക്കെ പരീക്ഷയ്ക്ക് വരാം. ചിലേറ്റ് ലിഗാൻഡ് പഠിക്കണം, അതിൻ്റെ തിയറി പഠിക്കണം. അതുപോലെ തന്നെ ആംഫിഡെൻറ്റഡ് ലിഗാൻഡ്, അതിൻ്റെ തിയറി പഠിക്കണം. അതൊക്കെ 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡെൻസിറ്റി കാൽക്കുലേറ്റ്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് വന്നപ്പോൾ തന്നിട്ട് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്ര, ഡെൻസിറ്റി എത്ര, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ IUPAC നെയിമിംഗ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കോംപ്ലക്സ് കാറ്റയോൺ ആയാലും കോംപ്ലക്സ് ആനയോൺ ആയാലും ന്യൂട്രൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ആയാലും അതിൻ്റെ നോമൻക്ലേച്ചർ പ്രത്യേകിച്ച് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ചോദിക്കും IUPAC നെയിമിംഗ്. അപ്പോൾ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു പോർഷനാണ് ഇത്. അടുത്ത 3ാമത് ഐസോമെർസോ എന്ന് പറയുന്ന പോർഷൻ ഉറപ്പായിട്ട് വരും. കാരണം 10 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കണം. അപ്പോൾ ഐസോമെർസോ എന്തായാലും ചോദിക്കും. സ്ട്രക്ചറൽ ഐസോമെർസോ ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമെർസോ ഉണ്ട്. അപ്പോൾ ഇതിൽ സ്ട്രക്ചറൽ ഐസോമെർസത്തോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്തുള്ള ജോമെട്രിക്കൽ ഐസോമെർസം. സിസ്ട്രാൻസ് ഐസോമെർസം ഒക്ടാഹെഡ്രലിലും ടെട്രാഹെഡ്രൽ ഫീൽഡിലും ഉണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമെർസം, ഡെക്സ്ട്രോ ആൻഡ് ലീവോ റൊട്ടേഷൻ, അതും ചോദിക്കും. അതിൻ്റെ എക്സാമ്പിളൊക്കെ വരച്ചൊക്കെ കാണിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എന്നിട്ട് അതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമെർസം കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രോ ചെയ്ത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ ഐസോമെർസം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. 2 അല്ലെങ്കിൽ 3 മാർക്കിന് ഐസോമെർസത്തിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരും. അപ്പോൾ ഇത് 2 ഉറപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അടുത്ത 4ാമത്തെ വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക.
അപ്പോൾ DSP2 അതുപോലെ തന്നെ sp3d ഇങ്ങനെ പല ഹൈബ്രിഡൈസേഷൻസ്, ടെട്രാഹൈഡ്രൽ ഫീൽഡ്, സ്ക്വയർ പ്ലാനാർ ഫീൽഡ്, ഒക്ടാഹൈഡ്രൽ ഫീൽഡ്. അപ്പോൾ അതിലൊക്കെ വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് നമുക്ക് കോർഡിനേറ്റഡ് കോംപ്ലക്സ് കോമ്പൗണ്ട്സിൻ്റെ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എഴുതി തെളിയിക്കാനും അതിൻ്റെ സ്ട്രക്ചർ ഏതാണെന്ന് തെളിയിക്കാനുമുള്ള ക്വസ്റ്റ്യൻസ് വരാം 3 മാർക്കിന്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതല്ല, എങ്കിലും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും പഠിച്ചിട്ട് വേണം പോകാൻ. ഇതിൽ നിന്ന് 10 മാർക്ക് കിട്ടണമെങ്കിൽ ഇത്രയും പോർഷൻസ് പഠിച്ചിട്ട് പോയാലേ 10 മാർക്ക് കിട്ടും. കാരണം നമുക്കിതിൽ നിന്ന് ഈ 2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ വാലൻസ് ബോണ്ട് തിയറിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ ടിക്ക് ഇടുന്നു, ചോദിച്ചിട്ടുണ്ട്. രണ്ടാമതും മൂന്നാമതും എഴുതിയിരിക്കുന്ന അത്ര കണ്ട് റിപ്പീറ്റഡ് അല്ല. ഇനി അടുത്ത ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അത് അടുത്ത തിയറിയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതിലും ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിങ്ങും ടെട്രാഹൈഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്, അങ്ങനെ 2 സ്പ്ലിറ്റിംഗ് ഉണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് പോർഷൻ ബോണ്ടിങ് ഇൻ കാർബണൈൽ കോമ്പൗണ്ട്സ്. കാർബണൈൽ കോമ്പൗണ്ട്സിൻ്റെ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും വെച്ചിട്ടുള്ള ഒരു തിയറി കൺസെപ്റ്റ് ഉണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഇതിൽ 10 മാർക്കിന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. വളരെ കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും കണ്ടൻറ്റ് വ്യക്തമായിട്ട് പഠിക്കുക. ഇതിൽ ഒഴിവാക്കാനൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ 4 പോർഷനിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരും. വെർണേഴ്സ് തിയറിയും ബോണ്ടിങ് ഇൻ കാർബണൈൽ കോമ്പൗണ്ട്സും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒന്നും ഒഴിവാക്കാതെ തന്നെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കാരണം അതിൻ്റെ വെയിറ്റേജ് ആണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. നെയിമിംഗ് പഠിക്കാതെ പോകരുത്. നെയിമിങ്ങിൻ്റെയും ഐസോമർസത്തിൻ്റെയും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. 6ാമത്തെ ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഇനി അങ്ങോട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. എല്ലാ റിയാക്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മാത്രമേ ഈ 4 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടൂ. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് പറയാൻ സാധിക്കും. എങ്കിലും 100% അതിനകത്ത് നിന്ന് വരണമെന്നില്ല. ഒരു 90% ക്വസ്റ്റ്യൻസൊക്കെ അതിൽ നിന്ന് കിട്ടും. എങ്കിലും ഒരു 10% നമ്മൾ നന്നായിട്ട് ഓർഗാനിക് കെമിസ്ട്രി എഴുതിയൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. പക്ഷേ ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ പറ്റും. കാരണം നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് എഴുതി പഠിച്ചാൽ മതി. അത് നോക്കാം. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ഒക്കെ 7 മാർക്കാണ് അതിനകത്ത് നിന്ന് വെയിറ്റേജ് ഉള്ളത്. വെയിറ്റേജ് കുറവാണ്. ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ നെയിം റിയാക്ഷനും നിങ്ങൾ പഠിക്കുക. സ്വാട്സ് റിയാക്ഷൻ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, ഫിറ്റിംഗ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തുടങ്ങി എല്ലാ നെയിം റിയാക്ഷനും നിങ്ങൾ പഠിച്ചിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ PCl3, PCl5, അതുപോലെ തന്നെ SOCl2, തയനൈൽ ക്ലോറൈഡ്, ഇതിൽ 3-ൽ നിന്നുമുള്ള പ്രിപ്പറേഷൻ, അതും കൂടി നെയിം റിയാക്ഷൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഇതിനകത്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. SN1 മെക്കാനിസവും SN2 മെക്കാനിസവും. ഈ 2 മെക്കാനിസത്തിൻ്റെ തിയറി പഠിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും റിയാക്ഷൻ മെക്കാനിസം പഠിച്ചു വയ്ക്കുക. എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഡിഫറൻസ് കൂടെ പഠിച്ചു വയ്ക്കുക. ഇതിൽ ഏതിനാണ് ഓർഡർ, ഇതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ ടെർഷറിക്കാണോ സെക്കൻഡറിക്കാണോ പ്രൈമറിക്കാണോ ഓർഡറൊക്കെ പഠിച്ചു വയ്ക്കുക. SN1 SN2 എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ എക്സാമ്പിൾ റിയാക്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മുടെ ഹാലോ ആൽക്കെയിൻസുമായിട്ട് AgCN റിയാക്ട് ചെയ്യുമ്പോഴും KCN റിയാക്ട് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ്, AgNO2 റിയാക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ KNO2 റിയാക്ട് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പഠിക്കുക. പിന്നെ അതിനകത്ത് വരുന്ന ഒരു കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്. ഇൻവേർഷൻ, റിട്ടൻഷൻ, റിസമിക് മിക്സർ, ഇതുകൂടെ നിങ്ങളത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല, എങ്കിലും തിയറി ആയിട്ട് അതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് കൂടെ പഠിച്ചു വയ്ക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്, സെയ്ഡ്സ് ഓഫ് റൂള്. 1-2 ചാപ്റ്ററിൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് അത് ഇത് വരുന്നുണ്ട്. സെയ്ഡ്സ് ഓഫ് റൂള്, അതിൻ്റെ മെക്കാനിസം, അതിൻ്റെ റിയാക്ഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. റൂള് വ്യക്തമായിട്ട് പഠിക്കുക. അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. കണ്ടാൽ തിരിച്ചറിയണം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മിക്ക റിയാക്ഷൻസും നമ്മൾ ഈ പഠിച്ച നെയിം റിയാക്ഷൻസ് അതേപോലെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ റിയാക്റ്റൻ്റ് തന്നിട്ട് ചിലപ്പോൾ പ്രോഡക്റ്റ് എഴുതാനായിരിക്കും വരിക. ഗീവ്സ് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുക, അത് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ കാറ്റലിസ്റ്റ് ഏതെങ്കിലും ഒരു പാർട്ട് ഫില്ല് ചെയ്യാനായിരിക്കും. അതുകൊണ്ട് കാറ്റലിസ്റ്റ്, ടെമ്പറേച്ചർ, പ്രഷർ ഇതെല്ലാം വ്യക്തമായിട്ട് പഠിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ A+ ഇങ്ങനെയൊക്കെ ആയിരിക്കും റിയാക്ഷൻ തരും. A+ CH3Cl ഗീവ്സ്, അടുത്ത B+ H2O, ഇങ്ങനെയൊക്കെ റിയാക്ഷൻ തന്നിരുന്നാൽ A ഏത്, B ഏത്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇത് നെയിം റിയാക്ഷൻ ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ച നെയിം റിയാക്ഷൻ ആയിരിക്കും. പക്ഷെ നമുക്കിത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ അത്ര വ്യക്തമായിട്ട് നമ്മളിത് എഴുതി വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇതിനുവേണ്ടി അല്പം ടൈം ചിലവാക്കി തന്നെ പഠിക്കുക. വെറുതെ ഇങ്ങനെ വായിച്ചു വിട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വരിക. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ ശ്രദ്ധ ചെലുത്തി പഠിക്കണം ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിൽ.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത 7ാമത്തെ ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്റർ വന്നിട്ട് 2ാമത്തെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതർ. ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിനാണ് നമുക്ക് വെയിറ്റേജ് വരിക. എങ്കിലും നമ്മുടെ ഹാലോ ആൽക്കൈൻസിനേക്കാൾ 1 മാർക്ക് കൂടുതലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലും നമ്മൾ ആദ്യം ശ്രദ്ധ ചെലുത്തേണ്ടത് എല്ലാ നെയിം റിയാക്ഷൻസിലും തന്നെയാണ്. നെയിം റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന നെയിം റിയാക്ഷൻസിൽ പ്രധാനപ്പെട്ട കോപ്സ് റിയാക്ഷൻ ഉണ്ട്, അതുപോലെ റൈമർ ടീമാൻ റിയാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഈതർ എന്ന് പറയുന്ന പോർഷൻ വരുമ്പോൾ വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട വില്യംസൺ സിന്തസിസ് ഒക്കെ വളരെ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് വളരെ പ്രത്യേകിച്ച് പഠിക്കുക. വില്യംസൺസ് റിയാക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. വില്യംസൺസ് റിയാക്ഷനിൽ സോഡിയം ആൽക്കോക്സൈഡും നമ്മുടെ ഹാലോ ആൽക്കൈനുമാണ് എടുക്കുക. അപ്പോൾ സോഡിയം ആൽക്കോക്സൈഡ് പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും ടെർഷറി ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഹാലോ ആൽക്കൈൻ ടെർഷറിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വില്യംസൺ സിന്തസിസ് നടക്കത്തില്ല, ഈതർ കിട്ടത്തില്ല. അപ്പോൾ ആൽക്കീൻ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് ഹാലോ ആൽക്കൈൻ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് തന്നെ വേണം എന്നുള്ള ഒരു തിയറി പോർഷൻ കൂടെ അതിനകത്തുണ്ട്. അത് പ്രത്യേകിച്ച് പഠിക്കുക. അപ്പോൾ നെയിം റിയാക്ഷൻസ് എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ പഠിക്കുക. എല്ലാ നെയിം റിയാക്ഷനും പഠിക്കാം വ്യക്തമായിട്ട്. പിന്നെ അടുത്ത് അതിനകത്തൊരു ടെസ്റ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൽക്കഹോൾസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റുകൾ ഈ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടെസ്റ്റ് ബാക്കിയുള്ള ചാപ്റ്ററിലൊന്നുണ്ട്. എങ്കിലും ലൂക്കാസ് ടെസ്റ്റും പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് അതിനകത്ത് നെയിം റിയാക്ഷൻസ് അല്ലാത്ത കുറച്ച് റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതായത് പിക്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ എല്ലാ ചാപ്റ്ററിനകത്തും ഉള്ളതാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, നൈട്രേഷൻ ഉണ്ട്, ഹാലജനേഷൻ ഉണ്ട്, നമ്മുടെ സൾഫണേഷൻ ഉണ്ട്, ഫ്രിഡൽ ക്രാഫ്റ്റിന്റെ ആൽക്കൈലേഷനും അസൈലേഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്? ഓർത്തോ പാര പ്രോഡക്ട്സ്, മെറ്റാ പ്രോഡക്ട്സ്, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഓരോ ചാപ്റ്ററിലും ഉണ്ടാവും. അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ ഫീനോളിനെ നൈട്രേഷൻ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും ചേർക്കുമ്പോൾ പിക്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാവുക. 2,4,6 ട്രൈ നൈട്രോ ഫീനോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പോൾ അതൊരു എക്സെപ്ഷനാണ്. അതേപോലെ പിക്രിക് ആസിഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ പോലെ തന്നെ നമ്മൾ ഓർത്തോ പാര പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ, അതായത് ഓർത്തോ നൈട്രോ ഫീനോളും പാരാ നൈട്രോ ഫീനോളും കിട്ടണമെങ്കിൽ അവിടെ ഡൈല്യൂട്ട് HNO3 ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ആ ഒരു വേരിയേഷൻ പിക്രിക് ആസിഡിന്റെ ഫോർമേഷനും നമ്മൾ ഓർത്തോ പാരാ പ്രോഡക്ട്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അതിനകത്ത് വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ ഇത് ഈ എഴുതിയിരിക്കുന്ന പിക്രിക് ആസിഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ക്യുമീൻ എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻ്റ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ആൽക്കഹോൾ ഉണ്ടാക്കിയെടുക്കുന്നു, അതും വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ B2H6 ഡൈബുറൈൻ ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷൻ, അതിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ കോപ്സ് റിയാക്ഷൻ്റെ അവസാനം നമ്മൾ ആസ്പിരിൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 4 റിയാക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു റിയാക്ഷൻ എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. ഇനി ലാസ്റ്റ് പോർഷൻ ഇതിനകത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇതിനകത്ത്. കാരണം ആൽക്കഹോൾ വാട്ടറിനകത്ത് സോൾബിൾ ആവും. സോൾബിലിറ്റിക്ക് കാരണം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ് എന്നുള്ള വസ്തുത നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും. അതിൻ്റെ റീസൺ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ ആസിഡ് പ്രോപ്പർട്ടി ഉണ്ട്. അസിഡിറ്റി നമ്മുടെ ആൽക്കഹോൾസ് കാണിക്കുന്നു, ആൽക്കഹോൾസിന് എങ്ങനെയാണ്, ഫീനോൾസിന് എങ്ങനെയാണ്, അതിൻ്റെ വേരിയേഷനൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് 4 സെക്ഷനായിട്ട് തിരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒന്നും കളയാനില്ല. ഞാൻ പറഞ്ഞു ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ എഴുതിയിരിക്കുന്ന പോർഷൻസ് മിസ്സാക്കാതെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 8ാമത്തെ ചാപ്റ്റർ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ വെയിറ്റേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 11 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. വലിയൊരു ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ റിയാക്ഷൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ നെയിം റിയാക്ഷൻസ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നെയിം റിയാക്ഷൻസ് ചോദിക്കുന്ന ചാപ്റ്ററും ഇത് തന്നെയാണ്. നെയിം റിയാക്ഷൻസ് ഒത്തിരി ഉണ്ട്. ഞാൻ എല്ലാ റിയാക്ഷൻസും പറയുന്നില്ല, എങ്കിലും നിങ്ങൾ ഓർത്ത് നോക്കുക. സ്റ്റീഫൻസ് റിഡക്ഷൻ, എറ്റാഡ് റിയാക്ഷൻസ്, കാനിസാറോ റിയാക്ഷൻസ്, റോസൻമുണ്ട്സ് റിഡക്ഷൻ, ക്ലെമൻസൻസ് റിഡക്ഷൻ, അതുപോലെ തന്നെ ആൽഡോൾ കണ്ടൻസേഷൻ, ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. അപ്പോൾ ഇത്തരത്തിൽ തുടങ്ങി ഒരുപാട് റിയാക്ഷൻസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആസിഡിനകത്തുള്ള ഒരു റിയാക്ഷനാണ് HVZ റിയാക്ഷൻ, ഹെൽ വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു റിയാക്ഷനാണ് ഈ HVZ റിയാക്ഷൻ. ഇത് പഠിക്കാതെ പോകരുത്. HVZ റിയാക്ഷൻ ചിലപ്പോൾ HVZ ആയിട്ട് തന്നെ ചോദിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയാക്ഷൻ തന്നിട്ട് ബാക്കി എഴുതാനായിരിക്കും വരിക. അപ്പോൾ HVZ റിയാക്ഷൻ പഠിക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാറോ റിയാക്ഷൻസ് എന്നൊക്കെ പറയുന്ന നെയിം റിയാക്ഷൻസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഈ HVZ ആണ്.
അപ്പോൾ ഈ നെയിം റിയാക്ഷൻസിൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടി ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ നെയിം റിയാക്ഷൻസ് ഒന്നും കളയാതെ പഠിക്കുക. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിലെ നെയിം റിയാക്ഷൻസ്. ഇനി രണ്ടാമത്തെ സെക്ഷൻ. ഇതിൽ 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് ടോളറൻസ് റിയേജന്റ് ടെസ്റ്റും പിന്നെ ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റും. ഇതും വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. ടോളറൻസ് റിയേജന്റും ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റും രണ്ടിൽ മാറിയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള ടെസ്റ്റ് ഇനി വരുന്ന ചാപ്റ്ററിലുള്ളതാണ്. എങ്കിലും ഈ ടെസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൂക്കാസ് ടെസ്റ്റ് പോലെ തന്നെ ഈ 2 ടെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു പോർഷനാണ്, നമ്മൾ പഠിച്ചു പോകുന്ന ഒരു പോർഷനാണ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസും അതുപോലെ തന്നെ എലിമിനേഷൻ ഓഫ് വാട്ടർ റിയാക്ഷനും. അപ്പോൾ ഈ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസിൽ കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. അത് ചിലപ്പോൾ എസ് ആയിട്ട് ചോദിക്കാം. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് അത് നമ്മൾ ഹൈഡ്രസീൻ ആഡ് ചെയ്യുന്ന ഹൈഡ്രസീൻ അല്ല, നമ്മുടെ ഹൈഡ്രജൻ സയനൈഡ് അതുപോലെ തന്നെ ഹൈഡ്രോക്സിൽ അമീൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ന്യൂക്ലിയോഫിലിക് അഡിഷൻ ആൽഡിഹൈഡിലും ചെയ്യണം, കീറ്റോണിലും ചെയ്യണം. അതാണ് പ്രത്യേകത. ആൽഡിഹൈഡിലും ഇതേ റിയാക്ഷൻ ചെയ്യണം, കീറ്റോണിലും ചെയ്യണം. അപ്പോൾ രണ്ടിലും മാറി റിയാക്ഷൻസ് വരും. എസ് ഐക്കൊക്കെ ചോദിക്കാൻ പറ്റിയൊരു പോർഷനാണ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ. എങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല. നമ്മൾ എക്സാമൊക്കെ പാടാവുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനെ പകുതി എന്നിട്ട് ബാക്കി തരാൻ പറയുക. അപ്പോൾ ബോണ്ടൊക്കെ ഇട്ട് എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ച് പഠിക്കുക. അതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു പോർഷനാണ് ഈ അമോണിയയുടെ ഡെറിവേറ്റീവ്സ് ആഡ് ചെയ്യുമ്പോൾ അഡിഷൻ നടക്കുന്നതോടൊപ്പം തന്നെ എലിമിനേഷൻ ഓഫ് വാട്ടർ നടക്കുക. ഇതിലാണ് ഞാൻ പറയുന്ന ഡൈകാർബസൈഡ് അതുപോലെ തന്നെ ഹൈഡ്രസിനൊക്കെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻസ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ റിയാക്ഷൻസും ഒന്ന് നോക്കിയിട്ട് പോവാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയൊക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ ആസിഡ് പ്രോപ്പർട്ടി, നമ്മളെ കാർബോക്സിലിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ആസിഡ് പ്രോപ്പർട്ടി ഉണ്ടാവും. പ്ലസ് ഐ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയൊക്കെയാണ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആസിഡ് പ്രോപ്പർട്ടി ആരാണ്? ക്ലോറിൻ, ഫ്ലൂറിൻ, ഹാലജൻ ഒക്കെ ആസിഡിനകത്ത് ചേർന്ന് വരുമ്പോൾ ആസിഡ് പ്രോപ്പർട്ടി കൂടാൻ കാരണം എന്ത്? ബെൻസോയിക് ആസിഡ് ആണോ ഏറ്റവും കൂടുതൽ ആസിഡ് പ്രോപ്പർട്ടി? നോർമൽ കാർബോക്സിലിക് ആസിഡ്സ് ആണോ? അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് നിങ്ങൾ ഗീവ് റീസൺസിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കണം. പിന്നെ ഇതിനകത്ത് അടുത്തൊരു പോർഷൻ ഉള്ളതാണ് നമ്മുടെ മെത്തനോള് അതുപോലെ തന്നെ എത്തനോൾ. ഞാൻ മെൻഷൻ ചെയ്തില്ല, എങ്കിലും അത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവാം. ഇതിൽ നമ്മൾ ആൽക്കഹോൾസിൽ തന്നെ കൊമേഴ്സ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൽക്കഹോളാണ് മെത്തനോളും എത്തനോളും. അപ്പോൾ എത്തനോളിൽ നിന്ന് തന്നെ ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. വാഷ് അതുപോലെ തന്നെ ഡീനാച്ചുറേഷൻ ഓഫ് സ്പിരിറ്റ്, അതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വളരെ അങ്ങോട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. എങ്കിലും ആദ്യം എഴുതിയ ഈ 2 സെക്ഷൻ നെയിം റിയാക്ഷൻസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് വരുന്ന ചാപ്റ്ററാണ് ഈ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. 11 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അതുകൊണ്ട് നിങ്ങൾ അത്ര കണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഈ ചാപ്റ്റർ പഠിക്കുക. ഈ പറയുന്ന പോർഷൻസ് എല്ലാം കവർ ചെയ്ത് പോയാലേ നിങ്ങൾക്ക് 11 മാർക്കും കിട്ടത്തുള്ളൂ. പക്ഷേ ആദ്യത്തെ 2 പോർഷനിൽ നിന്ന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം കൂടുതൽ നെയിം റിയാക്ഷൻ ആയിട്ടും അല്ലെങ്കിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട രീതിയിലും ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടെയാണിത്. അപ്പോൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ അത്ര കണ്ട് പ്രാധാന്യം ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത 9ാമത്തെ ചാപ്റ്റർ അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് വെയിറ്റേജ് കുറവാണ്, 5 മാർക്കിനെ ചോദിക്കൂ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതിനകത്തും നെയിം റിയാക്ഷൻസ് ഉണ്ട്. ഗബ്രിയൽ താൽമയുടെ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു നെയിം റിയാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡയസോണിയം സാൾട്ടിലേക്ക് വരുമ്പോൾ ഡയാസോട്ടൈസേഷൻ, സാൻമേഴ്സ് റിയാക്ഷൻ, ഗെറ്റർമാൻസ് റിയാക്ഷൻ. ഈ ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ് അമീൻസിനെ സംബന്ധിച്ചിടത്തോളം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ നെയിം റിയാക്ഷൻസിലും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നെയിം റിയാക്ഷൻസ് അത്രയും പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെയിം റിയാക്ഷൻസ് എല്ലാം വളരെ പ്രധാനമാണ്. പിന്നെ അതിനകത്ത് ബേസിക് പ്രോപ്പർട്ടി, നമ്മുടെ അമീൻസിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം അതിൽ പ്രൈമറി അമീൻസ്, സെക്കൻഡറി അമീൻസ്, ടെർഷറി അമീൻസ് സോളിഡ് ഫേസിലുള്ള ഓർഡറിലായിരിക്കില്ല ബേസിക് പ്രോപ്പർട്ടി കാണിക്കുന്ന സൊല്യൂഷൻ ഫേസിൽ. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്താ? അപ്പോൾ ഇതിലാണ് നമ്മുടെ ഐ എഫക്റ്റിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ സ്റ്റെറിക് ഹിൻഡ്രൻസ്, ഹൈഡ്രേഷൻ എഫക്റ്റ്, സോൾവേഷൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് എഫക്റ്റ് കൂടെ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ആയിട്ട് വരും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് സൊല്യൂഷൻ ഫേസിൽ വരുമ്പോൾ അതിന് ബേസിക് പ്രോപ്പർട്ടിയിൽ വേരിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആ വേരിയേഷൻസ്, റീസൺസ് പഠിച്ചിട്ട് പോവാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രധാനമാണ്. അടുത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ സൾഫണേഷൻ. നമ്മളിതിനകത്ത് ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ എല്ലാം വ്യത്യാസമായിട്ടാണ് നമ്മൾ റിയാക്ഷൻ പഠിക്കുക. അപ്പോൾ അതിനകത്തുള്ള റിയാക്ഷൻസ് നിങ്ങൾ നോക്കി പഠിക്കുമ്പോൾ പിടികിട്ടും. അതിൽ സൾഫണേഷൻ നടക്കുമ്പോൾ അതിൽ സിട്രയോൺ ഫോർമേഷൻ ചെയ്യും, ഡൈപോളർ അയോൺ സിട്രയോൺ ഫോർമേഷൻ ചെയ്യും. അതിൽ SO3H അതുപോലെ തന്നെ നമ്മുടെ NH2, അനിലിൻ്റെ NH2 ഒരുമിച്ച് വരുമ്പോൾ അവിടെ സാൾട്ട് ഫോർമേഷൻ നടക്കും. അതാണ് സിട്രയോൺ എന്ന് പറയുന്നത്, അത് പഠിക്കുക. അതുപോലെ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ അനിലീൻ. അനിലീനിൽ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കത്തില്ല. കാരണം
നമ്മുടെ അൺഹൈഡ്രസ് AlCl3 ആസിഡ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് അവർ സാൾട്ടായിട്ട് മാറുന്നത് കാരണം ഫിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കത്തില്ല. അതും പ്രധാനമാണ്. പിന്നെ ഡയസോണിയം സാൾട്ട് N2Cl, ബെൻസിനോൾ N2Cl, ഡയസോണിയം ക്ലോറൈഡ്, ഡയസോണിയം സാൾട്ടിന്റെ പ്രിപ്പറേഷൻ, ഡയസോട്ടൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഫ്ലൂറോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യുക, നൈട്രോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യുക, ഫീനോൾ പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പറേഷനൊക്കെ പലതവണ മാറി മാറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയില്ല, അതിനി എഴുതാൻ പോവുകയാണ്. ഹിൻസ്ബെർഗ് റിയേജന്റ് ടെസ്റ്റ്. ഹിൻസ്ബെർഗ് റിയേജന്റ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അമീൻസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റാണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന ഹിൻസ്ബെർഗ് റിയേജന്റിന്റെ ടെസ്റ്റ്. ഈ ടെസ്റ്റ് പഠിച്ചിട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹിൻസ്ബെർഗ് റിയേജന്റ് ടെസ്റ്റ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ്. അപ്പോൾ 5 മാർക്കിനാണ് ഇതിന് വെയിറ്റേജ് ഉള്ള. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവാം. ഈ 5 മാർക്കും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോവാം. 10ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. 10ാമത്തെ ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. ഇതിലും 5 മാർക്കിനെ വെയിറ്റേജ് ഉള്ളൂ. തിയറി ചാപ്റ്ററാണ്. ഒരു തവണ വായിച്ചാൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റിനും എഴുതാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടന്റ് അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ സുവോളജിയിലൊക്കെ പഠിക്കുന്ന കാര്യം തന്നെയാണ്. അത് കെമിസ്ട്രിയിൽ ജസ്റ്റ് ഒന്ന് കെമിക്കലായിട്ട് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ വളരെ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് കണ്ടന്റ് അറിയാമെങ്കിൽ നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, മോണോസാക്കറൈഡ്സ്, അതുപോലെ ഒലിഗോസാക്കറൈഡ്സ്, പോളിസാക്കറൈഡ്സ്, അതുപോലെ റെഡ്യൂസിങ് ഷുഗർ, നോൺ റെഡ്യൂസിങ് ഷുഗർ. ആ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക, പ്രധാനമാണ്. അടുത്ത് ഗ്ലൂക്കോസിൽ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ പൈറനോ സ്ട്രക്ചർ ഉണ്ട്, സൈക്ലിക് സ്ട്രക്ചർ, പിന്നെ ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർച്ചിൽ നിന്നും അതുപോലെ തന്നെ സൂക്രോസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. ഗ്ലൂക്കോസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് പരീക്ഷയിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നോർമൽ ഹെക്സൈൻ ഉണ്ടാവുക, ബ്രോമിൻ വാട്ടറുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ടാവുക. ഇതൊക്കെ പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻ ആണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. 3ാമത് ഡൈസാക്കറൈഡ്സ് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം ഡൈസാക്കറൈഡ്സിന് ഇടയിലുള്ള ലിങ്കേജ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൽ സൂക്രോസ് ആണ് വളരെ പ്രധാനം. സൂക്രോസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇൻവേർട്ട് ഷുഗർ. വാട്ട് യു മീൻ ബൈ ഇൻവേർട്ട് ഷുഗർ? വൈ ഗ്ലൂക്കോസ് ഈസ് കാൾഡ് ഇൻവേർട്ട് ഷുഗർ? അതും പ്രധാനമാണ്. അതിൽ ഡെക്സ്ട്രോ ലീവോ റൊട്ടേഷൻ മാറി മാറി വരുന്നത് കാരണമാണ് ഇൻവേർട്ട് ഷുഗർ എന്ന് പറയുന്നതിൻ്റെ റീസൺ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് കഴിയും. പിന്നെ അടുത്തുള്ളത് നമ്മുടെ അമിനോ ആസിഡ്സ്, പ്രോട്ടീനാണ്. അതിൽ ആദ്യം അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസിക്, അസിഡിക്, ന്യൂട്രൽ അമിനോ ആസിഡ്സ്, പിന്നെ അതുപോലെ തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. അതിൻ്റെ എക്സാമ്പിൾസ് കൂടെ പഠിച്ചു വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത പ്രോട്ടീൻസ് വരും. പ്രോട്ടീൻസ് വരുമ്പോൾ പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് ഷേപ്പ് അനുസരിച്ച് ഗ്ലോബുലാർ പ്രോട്ടീനും ഫൈബ്രസ് പ്രോട്ടീനും. പിന്നെ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി. അതൊക്കെ ഒരു എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് 2-3 സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ തന്നെ അതിന് ഫുൾ മാർക്ക് നമുക്ക് അത് കിട്ടും. അപ്പോൾ അതും തിയറിയാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. പ്രോട്ടീൻസിൻ്റെ ഇടയിലുള്ള ലിങ്കേജ് പെപ്റ്റൈഡ് ലിങ്കേജ് ആണ്, അതും 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോട്ടീൻസിൻ്റെ പോർഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ്ലി മാറി മാറി ചോദിക്കുന്നതാണ്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനും അതിൻ്റെ റീസണും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അവസാനം ന്യൂക്ലിക് ആസിഡ്, വിറ്റാമിൻസും എൻസൈംസും ഒക്കെ ഇതിനിടയിലുണ്ട്. അതെല്ലാം നമ്മൾ ഒത്തിരി കേട്ട കാര്യങ്ങളാണ്. 1 വേർഡ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് വിറ്റാമിൻസും അതിൻ്റെ ഡിസീസും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. അതുകൊണ്ട് ഞാനിവിടെ നോട്ട് ചെയ്യുന്നില്ല അതൊന്നും. ന്യൂക്ലിക് ആസിഡും പ്രീവിയസ് ക്വസ്റ്റിനിൽ ചോദിക്കുന്നതാണ്. ന്യൂക്ലിക് ആസിഡിൽ DNA, RNA ഡിഫറൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ RNAയുടെ ക്ലാസിഫിക്കേഷൻ, mRNA, rRNA, tRNA, അതുകൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. അപ്പോൾ ഈസി ആയിട്ട് 5 മാർക്കും കിട്ടാവുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിലുള്ള മാർക്ക് കളയരുത്. അതുകൊണ്ട് കളയാതിരിക്കാനാണ് ഞാൻ ഈ എസെൻഷ്യൽ, നോൺ എസെൻഷ്യലിൻ്റെയൊക്കെ എക്സാമ്പിളൂടെ നിങ്ങളൊന്ന് പഠിച്ചോണ്ട്. ഇനി എക്സാമ്പിൾ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോകരുത്, 1 വേർഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് അതത്രയും പഠിച്ചിട്ട് പോവാം. ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ഇയറിലെ ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു 40 മിനിറ്റിനുള്ളിൽ ഞാൻ ടോപ്പിക് അത്രയും പറഞ്ഞു. ഇതിൽ മിക്കത് നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ടെക്സ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ നോട്ട് എടുത്തിട്ട് ഇതിൽ ഞാൻ ടിക്കിട്ട പോർഷൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ല മാർക്ക് കിട്ടും. കാരണം ഞാൻ ഈ എഴുതിയിരിക്കുന്ന വെയിറ്റേജ് അനുസരിച്ച് 78 മാർക്ക് വരും. ടോട്ടൽ 78 മാർക്കിനുള്ള പോർഷൻസ് ആണ് പറഞ്ഞത്, ഓപ്ഷൻ ഉൾപ്പെടെ. ഇതിൽ നിന്ന് നമുക്ക് 60 മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞത് ഈസി ആണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 60-60 കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ മോഡൽ എക്സാം ഈസി ആയിട്ട് കാണരുത്. ഏകദേശം 60-70% മോഡൽ എക്സാമിൽ നിന്ന് പബ്ലിക് എക്സാമിന് ചോദിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾ കാണരുത്. നന്നായിട്ട് പഠിക്കുക, എഫർട്ട് എടുത്ത് പഠിക്കുക. 60 മാർക്കും കിട്ടാൻ കണക്കിന് പഠിക്കുക. ചോയ്സ് ഉൾപ്പെടെ ആൻസർ എഴുതാൻ കണക്കിന് പഠിക്കുക. അങ്ങനെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.